ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. എനിക്ക് വീക്കിലി 2 ഓഫ് ഉണ്ട് എന്നുള്ള കോൺഫിഡൻസിൽ നേരത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തിയേക്കാം എന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, കിട്ടൂനൊരു ജീൻസ് എടുക്കണം. സോ നേരെ നമ്മുടെ മുറബ ലുലുവിലേക്ക് വിടാമെന്നായിരുന്നു പ്ലാൻ. ടൈം വളരെയധികം കുറഞ്ഞു. റെസ്പോൺസിബിലിറ്റി അങ്ങേയറ്റത്തേക്ക് കൂടി. എനർജി കുറഞ്ഞു, ബട്ട് എക്സ്പെക്റ്റേഷൻസ് ഓൺ ഫുള്ളി ചാർജ്. ഇപ്പം തടി കുറച്ച് കൂടിയതുകൊണ്ട് എൻ്റെ പഴയ ഡ്രസ്സിനെയൊക്കെ ഞാൻ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് നോക്കുന്നത്. എന്നാലും തിന്നാണ് എന്ന് ഞാൻ കാണിക്കണമല്ലോ. സോ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കയറ്റും. ഇപ്പം ദാ എൻ്റെ മെയിൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് മറ്റൊന്നുമല്ല, ദേ എൻ്റെ കിട്ടൂസ് ഇവിടെ ഡ്രസ്സ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി ഡ്രസ്സ് ഫൈനലൈസ് ചെയ്ത് അതിനകത്ത് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ്. കിട്ടൂസിൻ്റെ ഹെയറൊക്കെ സെറ്റാക്കി ഒരു ചിന്ന ചിന്ന ടച്ചസ് ഒക്കെ കൊടുത്ത് മേക്കപ്പ് എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് പവറാണ് ആൻഡ് ഓൾസോ കോൺഫിഡൻസ് ആണ്. ആദ്യം ഞാനൊരു എൻ്റെ ബാഗ് പ്രിപ്പറേഷൻ നടത്തി. ബിക്കോസ് ഞാൻ കരുതിയതിലും കൂടുതൽ സാധനങ്ങളാണ് എൻ്റെ കുഞ്ഞാപ്പി പറക്കി വെച്ചത്. സോ ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ അമ്മച്ചി ബാഗിനകത്തോട്ട് സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. വീണ് കിട്ടുന്ന ആ 1-2 ദിവസം കഴിവതും എല്ലാം മാനേജ് ചെയ്യാം. എല്ലാം അങ്ങനെ ഒരേപോലെ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, ബട്ട് ട്രൈ ചെയ്യുന്നു. ടൈം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോഴും എല്ലാം നടത്തുന്നു എന്നത് പറയുന്നതാണ് സത്യം. ടയർഡ്നെസ് ഉണ്ട്, ബട്ട് ഫാമിലി ഓർക്കുമ്പോൾ ഈ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ അങ്ങ് മറക്കും. ചായ, ഉറക്കം, എനർജി ഇത് മൂന്നും കുറഞ്ഞു കിട്ടിയെങ്കിലും കുടുംബത്തോടുള്ള സ്നേഹം കാരണം ഹാപ്പിനെസ് കുറയുന്നില്ല. താങ്ക് ഗോഡ് ആൻഡ് സീ യു ഗൈസ് അണ്ടിൽ സീയിങ് ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.